ഓണത്തിനൊക്കെ നിങ്ങളൊരു ഫോട്ടോ ഷൂട്ട് നോക്കണ്ടെങ്കിൽ അടിപൊളി സ്പോട്ടാട്ടാ. ഞാനിപ്പോ ഈ നിൽക്കുന്നത് 120 വർഷം പഴക്കമുള്ള ഒരു തറവാട്ടിലാണ്. തറവാട്ടിന് പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം. നേരത്തെ 4 കെട്ട് തറവാടുകളൊക്കെ ഇപ്പോൾ ഭയങ്കര റയറാ. പ്രത്യേകിച്ച് ഓണക്കാലൊക്കെയാണ് വരുന്നത്. ഓണത്തിനൊക്കെ നിങ്ങളൊരു ഫോട്ടോ ഷൂട്ട് നോക്കണ്ടെങ്കിൽ അടിപൊളി സ്പോട്ടാട്ടാ. ഇപ്പോ ഇവിടെയൊക്കെ മഴ പെയ്ത് ഓടിയിലും വെള്ളം ഇങ്ങനെ വീണിരുന്ന് കാണാൻ നല്ല രസമാണ്. അപ്പൊ നിങ്ങളൊരു മഴയില്ലാന്ന് നോക്കിയാൽ ഇവർക്ക് ഇവിടെ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ട്. റൂംസ് ഇവർ അറേഞ്ച് ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വരാണെങ്കിൽ ഒരു ഇരിക്കാനുള്ള ഒരു സ്ഥലം, അത് തന്നെ ബെഡ്റൂം, പണ്ടത്തെ കട്ടിലുകൾ, അങ്ങനത്തെ എന്തൊരു പേര് പറയും, ആ കട്ടിലെ പേര് അറിയണമെന്ന് കമന്റ് അടിച്ചോളൂ. നിങ്ങൾ ഇവിടെ ഒന്ന് താമസിക്കുന്ന കാര്യം മാത്രം സമയം പറഞ്ഞേ. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വരാം, അതിലേക്ക് നിങ്ങൾ കമ്പനിന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വരാം. ഇവര് തന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഉച്ചയ്ക്ക് ഓണസദ്യയും തന്ന് അങ്ങനെ പാക്കേജ് കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് നോക്കണമെങ്കിൽ വേഗം വിളിച്ചോ, അത് ഈ നമ്പറിലേക്ക് വേഗം വിളിച്ചോ. ഈ വഴി യാത്ര ചെയ്യണവർക്ക് ഒരു നേരത്തെ ഫുഡ് ഇവിടുന്ന് കഴിക്കാനാണെങ്കിൽ ഇത് ഈ നടുക്കളത്തിന് ചുറ്റും ഇരുന്ന് ഇവരുടെ റെസ്റ്റോറന്റ് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ. പക്ഷെ അതൊക്കെ പ്രീ ബുക്കിംഗ് ആണ്. വാട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വന്നത് ഇങ്ങോട്ട് നോക്കി നിങ്ങള്, വലിയൊരു പൂള്, അത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത പൂള്. നമുക്കൊരു 10-200 പേരെ പരിപാടിയൊക്കെ നടത്താൻ പറ്റിയ കിഡിലൻ ഔട്ട്ഡോർ ഏരിയ. ഇവിടെ ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് ഈ ഗ്രീനറിയുടെ അകത്ത് ഒരു പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കി. ഔട്ട്ഡോർ ലോൺ സെഷൻ ഒക്കെ കഴിഞ്ഞ് നടന്നു വന്നപ്പോ നോക്കി എന്റെ ബാക്കില് നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഇവിടെ നല്ല മിസ്റ്റൊക്കെ അടിക്കൂട്ടോ. ഓണത്തിന്റെ വൈബൊക്കെ പറഞ്ഞേ. ഓണത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ലൊക്കേഷൻ. ഇപ്പൊ എന്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടിക്ക് അടുത്ത് എന്റെ നാടായ പരിയാരത്താണ്. SVS അരീന ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ടാ കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇതുമാരത്തെ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേര്. അപ്പൊ അടുത്ത വീഡിയോയിലാണ്. ബൈ.